ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്, മാടന്നടയിൽ. എൻ്റെ ഷോപ്പിൽ വെച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു അപകടം എനിക്ക് പറ്റി. ലാഡറിൽ നിന്ന് എൻ്റെ കുട്ടിയത്തെ എൻ്റെ ഷോപ്പ് പെയിൻറ്റ് കടയാണ്, സ്വന്തം സ്ഥാപനമാണ്. അവിടുന്ന് ഒരു ഏണിയിൽ കയറി സാധനം എടുക്കാനായിട്ട് ഞാനിന്ന് കയറിയപ്പോൾ ഏണി സ്കിഡ് ചെയ്ത് വീണു. ഷോൾഡർ ഇടിച്ചാണ് വീണത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഓരോ ഹോസ്പിറ്റലിലോട്ടൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ലൂർദ് ഹോസ്പിറ്റൽ എറണാകുളത്തൊരു ഡോക്ടറുണ്ട്, ജോൺ ടി ജോണാണ് ഡോക്ടറുടെ പേര്. ഡോക്ടറിനെ പറ്റി കുറേ സ്റ്റഡി ചെയ്തപ്പോൾ വളരെ നല്ല റിപ്പോർട്ട് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ ഇവിടെ എറണാകുളത്തുള്ള ഫ്രണ്ട്സിനെ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് എവിടെ പോകുന്നതിനെക്കാട്ടി നല്ലത് അവിടെ പോയി നോക്കി ഡോക്ടറിനെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് ഡോക്ടർ എന്ത് പറയുന്നു അത് തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ പലരെയും പേര് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ സാറ്റർഡേ ഡോക്ടറെ വന്ന് കണ്ട് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പ്രൈവറ്റായിട്ട് MRI ഒക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഡോക്ടർ അതൊക്കെ നോക്കിയിട്ടൊക്കെ പറഞ്ഞ് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർ സിമ്പിളായിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, ഞാൻ പൂർണ്ണമായിട്ടും റെഡിയാക്കി തരാം, എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു ഡീലിങ്സ് എനിക്ക് മറ്റുള്ള സ്ഥലത്തുനിന്ന് കിട്ടിയതിനെക്കാട്ടി വളരെ വ്യത്യാസം വന്നു. ഞാൻ ഇതിനു മുമ്പേ 3-4 പേരെ സർജന്മാരെയൊക്കെ പോയി കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഡോക്ടറോട് സംസാരിച്ച് ഡോക്ടർ എല്ലാ വശങ്ങളും പറഞ്ഞ് എന്നെ മനസ്സിലാക്കി തന്നു. ഇങ്ങനെയാണ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഡോക്ടറിൻ്റെ ആ ഒരു പെരുമാറ്റ രീതി എനിക്ക് വളരെ ആകർഷിച്ചു. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്കതുമില്ല, എനിക്കൊരു 95% അല്ലെങ്കിൽ 90% പൂർവ്വസ്ഥിതിയിലാക്കി തരണം. എൻ്റെ വലത്തെ ഷോൾഡറിൻ്റെ അവിടെയാണ് തകരാറ് പറ്റിയത്. ആ വീഴ്ചയിൽ വേറെ മുറിവൊന്നും വെളിയിലില്ല, പക്ഷേ അകത്ത് നല്ല ഡാമേജായി. അത് സർജറി കൂടെ തീരത്തുള്ളെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഞാൻ ഡോക്ടറെ വന്ന് കണ്ടു, ഡേറ്റ് ഫിക്സ് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 2 ദിവസം എൻ്റെ ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി. അങ്ങനെ ഞാൻ ഇന്നലെ തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്തു, ചൊവ്വാഴ്ച സർജറി കഴിഞ്ഞു. ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് വൈകിട്ടുള്ള ട്രെയിനിൽ ഞങ്ങൾ തിരിച്ച് കൊല്ലത്തോട്ട് പോവുകയാണ്. ഇത്രയും ഒരു ആത്മബന്ധം, ആ ഒരു 3-4 ദിവസത്തെ ഒരു ആത്മബന്ധം ഡോക്ടറുമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എനിക്കൊരിക്കലും ഡോക്ടറെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാര്യം എൻ്റെ ജീവിതത്തിൽ ഈ പ്രായത്തിൽ എനിക്ക് 68 വയസ്സായി. എൻ്റെ ഈ പ്രായത്തിൽ ഡോക്ടർ എന്നെ തിരിച്ചു കൊണ്ടുവന്നെന്ന് പൂർണ്ണമായിട്ട് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എനിക്ക് അതും അല്ല, എൻ്റെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള വേണ്ട സഹായം ഡോക്ടർ അതാത് സ്ഥലങ്ങളിൽ തന്നെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു മാസം കഴിഞ്ഞ് പ്രാവശ്യം എൻ്റെ അടുത്ത് വരണം. അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ കെയർ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്റ്റാഫുകളായാലും എല്ലാവരുടെയും ഓരോരോ പ്രവർത്തന രീതിയും ഇവിടുത്തെ PRO ഒക്കെ വളരെ നല്ലപോലെ എൻ്റെ കൂടെ സഹായിച്ചിട്ടുണ്ട്. ഓരോ കാര്യത്തിനും ബില്ലുകൾ റെഡിയാക്കി തരുന്നതിനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതിനും സഹായിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരിക്കലും ഒരു മറക്കാൻ പറ്റാത്തൊരു വ്യക്തി ലൂർദ് ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് അത്രത്തോളം തൃപ്തിയായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് മാറുന്നത്. ഓക്കെ, താങ്ക് യു.